നമ്മുടെ നാട്ടില് സച്ചിൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരാളാണ് MS ധോണി. അദ്ദേഹം കാരണം ഒരു കമ്പനി 224 കോടിയിൽ നിന്ന് 6400 കോടിയുടെ വളർച്ചയുണ്ടായി. ഏതാണ് ആ കമ്പനി? നമുക്ക് ആ കമ്പനിയുടെ കഥ കേട്ടാലോ? ഇന്ത്യയിലെ വൻകിട ബിസിനസ്സുകാരനായ ആനന്ദ് ജെയിന്റെ മകനാണ് ഹർഷ് ജെയിൻ. അദ്ദേഹത്തിന് വിദ്യാഭ്യാസമൊക്കെ വിദേശ രാജ്യങ്ങളിലായിരുന്നു. നമ്മുടെ ഇവിടെ IPL എങ്ങനെയാണ്, അവിടെ ആ സമയത്ത് EPL, അതായത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ്. നമ്മുടെ നാട്ടിൽ IPL കളിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഫാന്റസി ആപ്പിൽ കാശ് വെച്ച് കളിക്കുന്നത്, ആ EPL-ലും അങ്ങനെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലും കാശ് വെച്ച് ആളുകൾ കളിച്ചുകൊണ്ടിരുന്നു വെച്ചു. 2001 മുതൽ 2007 വരെ ഹർഷ് ജെയിനും ഇതുപോലെ കാശ് വെച്ച് ആ ഫാന്റസി ആപ്പുകളിൽ കളിച്ചുകൊണ്ടിരുന്നു. അപ്പോഴൊക്കെ അദ്ദേഹത്തിന് മനസ്സിലുണ്ടായിരുന്നു എന്തുകൊണ്ട് നമ്മുടെ ഇന്ത്യയിൽ ഇതുപോലത്തെ ഒരു ആപ്പ് ഇല്ല എന്ന്. അദ്ദേഹം ഇന്ത്യയിലേക്ക് വരികയും കൂട്ടുകാരോടൊക്കെ സംസാരിക്കുകയും ചെയ്തപ്പോൾ ഇതൊന്നും വർക്കൗട്ട് ആവൂല എന്ന് പറയുകയും അതിൽ ഒരാൾ മാത്രം പറയുകയാടാ നമുക്കിത് നോക്കാം എന്ന് പറയുകയും ചെയ്തു. ഇതിനിടയിൽ അദ്ദേഹത്തിന്റെ പിതാവിന്റെ ബിസിനസ് നോക്കി നടത്താൻ ഇദ്ദേഹത്തിന് സമ്മർദ്ദം ഉണ്ടാവുകയും 1 വർഷത്തോളം അദ്ദേഹം ആ ബിസിനസ് നോക്കി നിർത്തുകയും ചെയ്യും. ഭയങ്കര ബോറടിയായിരുന്നു അദ്ദേഹത്തിന് ആ ജോലി ചെയ്യാനായിട്ട്. തന്റെ പിതാവിന്റെ നിഴലല്ലാതെ തനിക്ക് എന്തെങ്കിലും ഒന്നും സാധിക്കണമെന്ന് അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിന്റെ കൂട്ടുകാരനും കയ്യിലുള്ള പണം കൊണ്ട് ഒരു ക്രിക്കറ്റ് ഫാന്റസി ആപ്പ് നിർമ്മിച്ച് മാർക്കറ്റിൽ ഇറക്കുന്നു. അത് വർക്കൗട്ട് ആവുന്നില്ല. ഈ ആപ്പ് ഇനിയും ഡെവലപ്പ് ചെയ്യുന്നതിനായി ഇവർക്ക് വീണ്ടും പണത്തിന്റെ ആവശ്യം വന്നു. ഇത്രയും പണം പിതാവിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ചെക്കിൽ അദ്ദേഹം കൊടുത്തേനെ. പക്ഷേ ഹർഷന് അത് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം പിതാവിന്റെ കാശുകൊണ്ട് ആണ് ഈ കമ്പനി വളർന്നതെന്ന് ആളുകൾ പറയും. അത് കാരണം ഇദ്ദേഹത്തിന്റെ സുഹൃത്തും കൂടി ഒരു സോഷ്യൽ മീഡിയ കമ്പനി ഉണ്ടാക്കുന്നു. ഈ കമ്പനിയിലെ വരുമാനം മൊത്തം എടുത്തും ഈ ആപ്പ് ഡെവലപ്പ് ചെയ്യാനായി അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കൂട്ടുകാർ ഉപയോഗിക്കുന്നു. എന്നിട്ടും ആ പണം തികയുന്നില്ല. വീണ്ടും പണം തികയാത്തതിന് ഇൻവെസ്റ്റ്മെന്റ് ആൾക്കാരുമായി ചർച്ച നടത്തുന്നു. പൊടിഷനായ പിതാവ് പോലും ഈ കമ്പനിയിൽ സഹായിക്കുന്നില്ല, ഇത് തട്ടിപ്പ് കമ്പനി ആയിരിക്കുമെന്ന് അവർ വിചാരിക്കുന്നുണ്ട്. അവരും കൊടുക്കുന്നില്ല. 150ഓളം പേരെ ഇതുപോലെ ചർച്ചയ്ക്ക് വിളിച്ചിട്ട് അവരെല്ലാം ഈ പല കാരണം ഒഴിഞ്ഞുപോയി. അപ്പോ ആപ്പ് ഡെവലപ്മെന്റ് ചെയ്യാനായി ഇവർക്ക് പൈസയുടെ ഒരുപാട് ആവശ്യം വന്നതിനാൽ നേരത്തെ ഉണ്ടായിരുന്ന സോഷ്യൽ മീഡിയ കമ്പനി അവർ വിൽക്കുകയും ചെയ്യുന്നു. എന്നിട്ടും പൈസ തികയാതെ വന്നില്ല. പക്ഷെ ഈ ആപ്പിളിലെ ആളുകളുടെ എണ്ണം നേരിയതായിട്ടൊന്ന് വർദ്ധിച്ചിട്ടുണ്ട്. ഇതിനിടയിൽ തന്നെ ആസാം, തെലങ്കാന, കർണാടക എന്നീ സംസ്ഥാനങ്ങളിലൊക്കെ ഇതിനെതിരെ കേസ് നടക്കുകയും ഈ ആപ്പിനെതിരെ കേസ് നടക്കുകയും അവിടെയൊക്കെ ഈ ഇത് വിജയിക്കുകയും ചെയ്തു. ഈ കേസുകളെല്ലാം വിജയിക്കുകയും ചെയ്തു. അത് ഹർഷ് ജെയിന് തോന്നി എന്തുകൊണ്ടായിരിക്കും തന്റെ കമ്പനി, തന്റെ ആപ്പ് ഇത്രത്തോളം വിജയിക്കാത്തത്, എന്തായിരിക്കും? അദ്ദേഹം ഇരുന്ന് ആലോചിച്ചു. തന്റെ ആപ്പിന് ഇത്ര പ്രചാരം കിട്ടാത്ത എന്തുകൊണ്ടായിരിക്കും? മറ്റുള്ള ഇപ്പൊ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലൊക്കെ ആളുകൾ ഒരുപാട് ഉപയോഗിക്കുന്നു, ഇവിടെ എന്തുകൊണ്ട് ഇത്രക്ക് ഇത് പ്രചാരണം കിട്ടുന്നില്ല എന്ന് അദ്ദേഹം തലവഞ്ഞ് ആലോചിക്കുകയും തന്റെ പ്രോഡക്റ്റ് നന്നായി പരസ്യം ചെയ്യാത്തതുകൊണ്ടായിരിക്കാം ആളുകളിലേക്ക് എത്തിപ്പെടാത്തതെന്ന് അദ്ദേഹം വിചാരിക്കുകയും ചെയ്യും. അങ്ങനെ 2017 നമ്മുടെ ക്രിക്കറ്റ് കമന്റേറ്ററായ ഹർഷ ഭോഗലെ വെച്ചിട്ട് അദ്ദേഹം പരസ്യം ചെയ്യുന്നു. അപ്പോഴും വലിയൊരു വരുമാനം ഒന്നും കിട്ടുന്നില്ല. അങ്ങനെ 2018 IPL സമയത്ത് നമ്മുടെ MS ധോണിയെ പരസ്യത്തിനായി ഇറക്കുന്നു. അതോടുകൂടി കമ്പനിയുടെ ആപ്പിന്റെ വളർച്ച കുതിച്ചങ്ങ് ഉയരുകയാണ്. 2019 774 കോടി, 775 കോടിയോളം ഉയരുന്നു. 2020 2120 കോടിയായി വരുന്നു. 2021 2706 കോടിയായി വരുന്നു. 2022 3480 കോടിയായി വരുന്നു. 2023 അത് 6384 കോടിയായി ഉയരുന്നു. ഈ കമ്പനി ഡ്രീംസ് 11 ശരിക്കും പറഞ്ഞാൽ ഇതൊരു ചൂതാട്ട കമ്പനിയാണ്, ഇല്ലെന്നൊന്നും പറയുന്നില്ല. പക്ഷെ ആ കമ്പനിയുടെ വളർച്ച സ്വന്തം പിതാവിന്റെ കാശ് എടുക്കാതെ സ്വന്തം കാലിൽ നിൽക്കണമെന്ന് അദ്ദേഹത്തിന്റെ, അതായത് ഹർഷിന്റെ ദൃഢപ്രതിജ്ഞയാണ് ആ കമ്പനി ഇത്രയും വളർച്ചയിലേക്ക് ഉയർത്തിയത്. ഇതൊരു ശരിക്കും പറഞ്ഞാൽ
നമ്മളെ ഓരോരുത്തർക്കും ഒരു പ്രചോദനം നൽകുന്ന ഒരു കഥയാണ്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നമസ്കാരം.